കൊച്ചി തുരുത്തിയിലെ ചേരി നിവാസികളായ 394 കുടുംബങ്ങളെ കേരളത്തിലെ സമ്പന്നർ ജീവിക്കുന്ന മാതൃകയിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് അവരുടെ ജീവിതം മാറ്റിപ്പറിച്ച് നടുന്ന ആ കാഴ്ച കണ്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാചകം നിങ്ങൾ കേൾക്കണം. കണ്ട സേതു, ആ ജനലെല്ലാം ഇടിഞ്ഞ് തകർന്ന് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിൽ നിന്നാണ് ഈ മനുഷ്യര് ആകമാനം ഇങ്ങടേക്ക് മാറുന്നത്. മോനെ, പുതിയ ബിൽഡിംഗ് കാണിക്ക്. പുതിയ കെട്ടിടമാണ് സേതു ഇനി കാണേണ്ടത്. നമ്മള് സാധാരണ സമ്പന്നർക്ക് മാത്രം താമസിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഇടത്തേക്കാണ് ഈ മനുഷ്യരെല്ലാവരുടെ ഓരോ സ്വപ്നം പോലെ അങ്ങനെ വലിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കെട്ടിട സമുച്ചയം ഒന്ന് കാണണം. എന്തൊരു കാഴ്ച! 2 ടവറാണ്. ആ 2 ടവറിൽ 394 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുമെന്നുള്ളതാണ്. 2 ടവർ. മോനെ, കേരളത്തിന്റെ പാതയോരങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ചേരി നിവാസികളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. പാവപ്പെട്ടവർ, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, അവരുടെ വരുമാനത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിയാൽ പോലും ഫ്ലാറ്റ് എന്നുള്ളത് ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല. പക്ഷേ ഈ സർക്കാർ അവരുടെ സ്വപ്നം പൂവണിയിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടത്തെ സമ്പന്നർക്കും പ്രിവിലേജുകാർക്കും എന്തുകൊണ്ട് ഈ സർക്കാരിനോട് താല്പര്യമില്ല? ഈ സർക്കാരിനെതിരെ പുലയാട്ട് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്നത്. കേരളത്തിലെ ധനാഢ്യർ ജീവിക്കുന്ന അതേ അന്തസ്സിലും അഭിമാനത്തിലും തുരുത്തിയിലെ ചേരി നിവാസികളെ ജീവിപ്പിക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞെങ്കിൽ, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഒരുപക്ഷെ പലരും ഇതിനെ സംബന്ധിച്ച് വാർത്തകൾ വൈകിയപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് നിർബന്ധിതരായി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. അവകാശവാദങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. 2013 ഞങ്ങളാണ് കല്ലിട്ടതത്രേ, അതും ഞങ്ങളുടെ ടോണി ചമ്മിണി മേയർ. അതിനുശേഷവും 5 വർഷം കിട്ടി, എന്നിട്ടും അത് ഉയർന്നില്ല. കേവലം 5 വർഷം മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ മേയർ കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചതും. ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ടു. ആ ഇടപെടലിനെ കുറിച്ച് മന്ത്രി MP രാജേഷ് പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം. 3 കൂടി ചേർന്ന് അത് ഫണ്ടിന്റെ കാര്യത്തിലും അതെ, ബാക്കി ഇത് നിർവഹിക്കുന്നതിൽ കൊച്ചി കോർപ്പറേഷന്റെയും മേയറുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ഇടപെടലുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പ്രധാനമായും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഏകോപനവും അതിന്റെ നിർവഹണമാണ്. ഇത് എല്ലാ മാസവും റിവ്യൂ ചെയ്തതിന്റെ ഒരു പ്രയോജനം ഉണ്ടായി. പുറത്തുള്ള ഒരു ഫ്ളാറ്റിനെ വെല്ലുന്ന രൂപത്തിലുള്ള ദൃശ്യഭംഗിയോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ ഫ്ളാറ്റ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ളാറ്റാണെന്ന് പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ നോക്കിയത് കോർട്ട്യാർഡാണ്. വളരെ മനോഹരമായും സൗന്ദര്യാത്മകമായിട്ടും അത് ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. ഈ കോർട്ട്യാർഡ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി സൂര്യപ്രകാശം നേരിട്ടവർക്ക് കിട്ടും. മഴ കാണാം, മഴക്കാലത്ത് മഴ കാണാം. ഇനി ഒരു ഫ്ളാറ്റിനകത്തേക്ക് നമുക്ക് കയറി നോക്കാം. ഇത് നോക്കൂ, ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെയാണ്. ഒരു ഫ്ളാറ്റ് താമസിക്കാൻ ഒരു ഇടം മാത്രമല്ല, ഇവിടെ നിന്നാൽ ഈ കൊച്ചിയുടെ മനോഹര ദൃശ്യങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. ആ കാണുന്നതൊക്കെ എന്താണെന്ന് മേയർ പറയും. വല്ലാർപാടത്തിന്റെ ഹാങ്ങേഴ്സ് ഉണ്ട്, അതുപോലെ അപ്പുറത്ത് നമ്മുടെ ഹയാത്തും അതുപോലെ കോർപ്പറേഷൻ ഓഫീസ് ഉണ്ട്, മറൈൻ ഡ്രൈവ് ഉണ്ട്, നേരെ കാണുന്ന ഗോശ്രീ ബ്രിഡ്ജാണ്, അപ്പുറത്ത് കാണുന്നത് വൈപ്പിൻ LNG ടെർമിനലാണ്, നേരെ കാണുന്നത് മുനമ്പത്തെ നമ്മുടെ ലൈറ്റ് ഹൗസാണ്. രാത്രിയാണെങ്കിൽ അവിടെ നിന്ന് വെളിച്ചം വരും. പിന്നെ ഫോർട്ട് കൊച്ചി കടപ്പുറമാണ്, കപ്പൽ കയറി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. കൊച്ചിയുടെയും അതുപോലെ ബ്രിട്ടീഷ് കൊച്ചിയുടെയും അതിർത്തിയായിരുന്ന രാമേശ്വരം ബൗണ്ടറി കനാലാണ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ 394 തൊഴിലാളി കുടുംബങ്ങൾക്ക് അന്തസ്സുറ്റ ഒരു താമസം സൗകര്യം ഒരുക്കുന്നു, ഒരു പാർപ്പിടം ഒരുക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അറ്റാച്ച് ബെഡ്റൂമാണ്. ചേരികളിൽ ജീവിക്കുന്ന മനുഷ്യരെ മറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വികസനം ലോക നേതാക്കന്മാരെ കാണിക്കുന്നിടമല്ല കേരളം. ആ മനുഷ്യരുടെ ജീവിതം കൂടി ഈ നാട്ടിലെ പ്രിവിലേജ് ഉള്ള മനുഷ്യരെ പോലെ തന്നെ അന്തസ്സോടുകൂടി ജീവിക്കാൻ അവസരമുണ്ടാക്കുന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഒന്നും ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ കിട്ടിയ 10 വർഷത്തിനിടയിൽ നടത്തിയ തീവ്ര ശ്രമത്തിന്റെ ഫലമാണ് 394 കുടുംബങ്ങൾ ഇന്നിപ്പോ ഈ രാജ്യത്തൊരു പക്ഷേ ഉദാഹരണമില്ലാത്ത രീതിയിൽ ഈ നാട്ടിലെ സമ്പന്നന്മാർ ജീവിക്കുന്ന പോഷ് ഏരിയകളിലെ പോലെ തന്നെ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ജീവിച്ച്
അവരോളം ഞങ്ങൾക്കും അഭിമാനവും അന്തസ്സുമുള്ളവരാണെന്ന് തെളിയിക്കുകയാണ്. ഇതൊക്കെയല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്? എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഇതൊക്കെയാണ്. 394 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ 3 പേരെ ഒരു കുടുംബത്തിൽ വെച്ച് കൂട്ടിയാൽ പോലും 1000-ൽ പരം മനുഷ്യർ ഇനി ചേരിയിലെ ആ ദുരിതാവസ്ഥയിൽ കിടന്ന് ഉറങ്ങേണ്ട സാഹചര്യമില്ല. ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ട ഗതികേടുമില്ല. എങ്ങനെയാണോ ഇവിടത്തെ പ്രിവിലേജ്ഡ് ആൾക്കാർ 1 BHK ഫ്ലാറ്റിലൊക്കെ കഴിയുന്നത്, അതേപോലെയുള്ള സ്റ്റാറ്റസിൽ അവർക്കും ജീവിക്കാം. ഇതൊക്കെ തന്നെയാണ് മാറ്റം. ഇതൊക്കെ തന്നെയാണ് ഈ സർക്കാരിന് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഊർജം. ആ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ, അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്തിപ്പിടിച്ച മികച്ച നേട്ടങ്ങൾ. ഇന്നിപ്പോ അവകാശവാദങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ഏതൊരു പദ്ധതിയെയും ഇച്ഛാശക്തിയോടുകൂടി പൂർത്തീകരിക്കുക, സമയബന്ധിതമായി അത് നടപ്പാക്കുക, അതിനുവേണ്ടി തീവ്രമായി ഇടപെടൽ നടത്തുന്ന നേതൃത്വമുണ്ടെങ്കിൽ എന്തും പ്രാവർത്തികമാകുമെന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ്. കൈയിട്ട് വാരലിന് താല്പര്യം കാണിക്കുന്നവർ, പ്രിവിലേജ് കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവർ, അവരെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണക്കാർ, പാവപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ പത്രാസ് കാണിക്കാനുള്ള ഷോ വർക്കാണ്. പക്ഷെ അതിനപ്പുറം അതേ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നവർ രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിലേക്ക് വരുമ്പോൾ, നയിക്കുന്നവരായി വരുമ്പോൾ, അതുകൊണ്ട് എങ്ങനെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഗുണം കിട്ടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ തല ഉയർത്തി നിൽക്കുന്ന 2 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ്. സ്വപ്നം പോലും കാണാൻ ആ മനുഷ്യർക്ക് ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല ഇതുപോലൊരു ഫ്ലാറ്റ് സമുച്ചയം. എങ്ങനെയാണോ കേരളത്തിലെ ഓരോ ഫ്ലാറ്റുകൾ കോർപ്പറേറ്റുകൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്, അതേ ക്വാളിറ്റിയിൽ നിർമ്മിച്ച് കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും സഹിക്കുന്നില്ല. കുപ്രചരണങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് താമസിക്കുന്ന മനുഷ്യർ പറയും, അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ട് ഈ സർക്കാർ അതിനൊപ്പം നിന്നോ അവരുടെ കൈ പിടിച്ചോ ഇല്ലേ എന്നുള്ളത്. അത് മാത്രം തന്നെയാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രതികരണം.